നമസ്തേ. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങളിലൊന്ന് ഒടുവിൽ നിർണായക വഴിത്തിരിവിലേക്ക് എത്തുകയാണോ? മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യൽ, കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും. നോക്കാം വിശദമായ വാർത്തയിലേക്ക്. കോളിളക്കം സൃഷ്ടിച്ച മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നടന്ന 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ വിദേശ ബാങ്ക് അക്കൌണ്ടുകളിലെ പണമിടപാടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചന. ചോദ്യം ചെയ്യലിൽ CMRL കമ്പനിയുമായി എക്സാലോജിക്കുണ്ടാക്കിയ കരാറുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ വീണ ഇഡിക്ക് കൈമാറിയെന്നാണ് വിവരം. എന്നാൽ വീണ നൽകിയ ഈ വിശദീകരണങ്ങൾ കേന്ദ്ര ഏജൻസികൾ മുഖവിലക്കെടുത്തിട്ടില്ല. വീണയുടെ ഉടമസ്ഥതയിലുള്ള അബുദാബിയിലെ ബാങ്ക് അക്കൌണ്ടുകൾ മുൻപ് തന്നെ ക്ലോസ് ചെയ്യപ്പെടുകയും അതിലെ വിവരങ്ങൾ മുഴുവൻ ബാങ്കുകൾ തന്നെ ഡാറ്റയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിദേശ ബാങ്ക് അക്കൌണ്ടുകളിലെ ഈ സുപ്രധാന വിവരങ്ങൾ മറച്ചുവെച്ചത് കേസിൽ വീണയ്ക്ക് കടുത്ത നിയമക്കുരുക്കാകാനാണ് സാധ്യതയെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു ഇന്ത്യൻ പൗരന് വിദേശത്ത് ബാങ്ക് അക്കൌണ്ട് തുറക്കണമെങ്കിൽ റിസർവ് ബാങ്ക് അതീവ കടുപ്പമേറിയ വ്യവസ്ഥകളോടെ മാത്രമാണ് അനുമതി നൽകുന്നത്. വിദേശ വിനിമയ ചട്ടനിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് റെസിഡന്റ് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം വഴി പ്രത്യേക ആവശ്യങ്ങൾക്കായി ഒരു ഇന്ത്യൻ പൗരന് ഒരു വർഷം പരമാവധി $2.5 ലക്ഷം മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് വിദേശ അക്കൌണ്ടുകളിലേക്ക് അയക്കാൻ സാധിക്കുന്നത്. പഠനം, യാത്രകൾ, ചികിത്സ, ഇൻഷുറൻസ്, ചെറിയ തോതിലുള്ള നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ തുക വിനിയോഗിക്കേണ്ടതെന്ന് പല വിദേശ വിനിമയ കേസുകളിലും സുപ്രീം കോടതി തന്നെ മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരിയായി ഏറ്റവും നിർണായകമായ മറ്റൊരു നിയമവ്യവസ്ഥ കൂടിയുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യൻ പൗരന്മാർ വിദേശത്ത് തുറക്കുന്ന അക്കൌണ്ടുകളിലേക്ക് യാതൊരു കാരണവശാലും വിദേശത്തു നിന്നോ ഇന്ത്യയിലെ മറ്റ് സ്രോതസ്സുകളിൽ നിന്നോ നേരിട്ട് പണം സ്വീകരിക്കാൻ അനുമതിയില്ല എന്നതാണ് അത്. അതുകൊണ്ട് തന്നെ വീണയുടെ വിദേശ അക്കൌണ്ടുകളിലേക്ക് മാസപ്പടിയായോ മറ്റ് സേവനങ്ങളുടെ പേരിലോ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ പണം വന്നിട്ടുണ്ടെങ്കിൽ അത് കടുത്ത കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ നേരിട്ട് വരും. ഇത്തരത്തിൽ പണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി നികുതി പിടിച്ച് അടയ്ക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ വിദേശ വരുമാനത്തിന്റെ വിവരങ്ങൾ കൃത്യമായി ബോധിപ്പിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ പോലും വിദേശ വിനിമയ ചട്ട നിയമപ്രകാരമുള്ള കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല. വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് പോലും പേടി സ്വപ്നമായ ഒന്നാണ് ഫെമ നിയമം. കാരണം ഇത്തരം കേസുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം മാത്രമല്ല, വിധ്വംസക പ്രവർത്തനങ്ങൾക്കായി പണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കടുത്ത വകുപ്പുകൾ കൂടി ചുമത്താൻ കേന്ദ്ര ഏജൻസികൾക്ക് അധികാരം ലഭിക്കും. എന്നാൽ അച്ഛന്റെ നിർദ്ദേശപ്രകാരം കമ്പനി ഉണ്ടാക്കി മാസപ്പടി വാങ്ങി എന്നതിനപ്പുറം വീണയ്ക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക പരിജ്ഞാനമോ ക്രിമിനൽ ബുദ്ധിയോ ഉള്ളതായി തോന്നുന്നില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിലെ രാഷ്ട്രീയ നിരീക്ഷകരും പ്രതികരിക്കുന്നത്. കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിൽ വലിയ സാമ്പത്തിക ഇടപാടുകളിലേക്ക് വീണയെ കരുവാക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാണ്. കേസിൽ കേന്ദ്ര ഏജൻസികൾ വിട്ടുവീഴ്ചയില്ലാത്ത കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ടു പോയാൽ വരും ദിവസങ്ങളിൽ വീണയ്ക്ക് കേന്ദ്രത്തിലെ ഉന്നത ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ വഴി മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ഒരു ഇന്ത്യൻ പൗരന് വിദേശത്ത് ബാങ്ക് അക്കൌണ്ട് തുറക്കണമെങ്കിൽ ഭാരതീയ റിസർവ് ബാങ്ക് അതീവ കടുപ്പമേറിയ വ്യവസ്ഥകളോടെ മാത്രമാണ് അനുമതി നൽകുന്നത്. വിദേശ വിനിമയ ചട്ടനിയമത്തിന്റെ അതായത് ഫെമ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രത്യേക ആവശ്യങ്ങൾക്കായി ഒരു ഇന്ത്യൻ പൗരന് ഒരു വർഷം പരമാവധി $2.5 ലക്ഷം മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് വിദേശ അക്കൌണ്ടിലേക്ക് അയക്കാൻ നിയമപരമായി സാധിക്കുന്നത്. ഇതിൽ വരുത്തുന്ന ഏതൊരു ക്രമക്കേടും ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പരിധിയിലാണ് വരുന്നത്. വിദേശ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ വീണയ്ക്ക് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിയാതിരുന്നതും ED ഉദ്യോഗസ്ഥരെ സംശയത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തനിക്ക് വിദേശത്ത് നിലവിൽ അക്കൌണ്ടുകൾ ഇല്ലെന്ന വാദമാണ് വീണ ചോദ്യം ചെയ്യലിൽ ഉടനീളം ഉയർത്തിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ മുൻപ് അബുദാബിയിൽ ഉണ്ടായിരുന്ന അക്കൌണ്ടുകൾ പെട്ടെന്ന് ക്ലോസ് ചെയ്തതിന്റെ കാരണവും അതിലേക്ക് വന്ന പണത്തിന്റെ സ്രോതസ്സും വ്യക്തമാക്കാൻ വീണയ്ക്കായിട്ടില്ല. ഈ അന്വേഷണം മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് ഏൽപ്പിക്കുന്ന ആഘാതം അത്ര ചെറുതല്ല. പാർട്ടിക്ക് അകത്തും പുറത്തും മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടാൻ ഈ കേസ് വലിയ ആയുധമായി മാറിയിരിക്കുകയാണ്. കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പാർട്ടിക്ക് കൃത്യമായ മറുപടി നൽകാൻ കഴിയാത്തത് കമ്മ്യൂണിസ്റ്റ് അണികൾക്കിടയിലും വലിയ അതൃപ്തിക്ക് കാരണമാകുന്നുണ്ട് എന്നാണ് അടുത്തിടെ ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യലിനായി ED വിളിച്ചു വരുത്തുമെന്നാണ് സൂചന. വിദേശ അക്കൌണ്ടുകളിലെ വിവരങ്ങൾ ലഭ്യമാക്കാൻ UAE അധികൃതർക്ക് ED ഔദ്യോഗികമായി കത്തയച്ചിട്ടുണ്ടെന്നും സൂചനയുണ്ട്. ഇതിലൂടെ ലഭിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഡിജിറ്റൽ തെളിവുകളും മുൻനിർത്തിയാകും അടുത്ത ഘട്ടം ചോദ്യം ചെയ്യൽ നടക്കുക. ഇത് കേസിന്റെ ഗതി പൂർണ്ണമായും വീണയ്ക്ക് വിരുദ്ധമാകും.
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരായ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഒടുവിൽ കനത്ത സുരക്ഷയിലാണ്. മുഖത്ത് കറുത്ത മാസ്കും ധരിച്ച് കറുത്ത കാറിൽ അതിവേഗം വീണ ED ഓഫീസിൽ നിന്നും മടങ്ങിയത്. എന്നാൽ നേതാവിന്റെ മകൾക്ക് കാവലൊരുക്കാനും ED റെയ്ഡിനെ പ്രതിരോധിക്കാനും ആവേശത്തോടെ ഓടിയെത്തി നിയമം കയ്യിലെടുത്ത പാർട്ടിയുടെ പാവം അണികളുടെ ദുരിതം ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് സത്യം. അവർ ഇപ്പോഴും അഴിക്കുള്ളിൽ തന്നെ കിടക്കുകയാണ്. കോർപ്പറേഷൻ മുൻ കൗൺസിലറും CPM നേതാവുമായിരുന്ന IP ബിനുവിനെ പോലെ കടുത്ത നിയമ നടപടികളിലേക്ക് ED കടക്കുമോ അതോ വീണയും അകത്താകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കേസിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവായി കേന്ദ്ര ഏജൻസിയായ SFIO ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച 134 സുപ്രധാന രേഖകൾ ഇന്ന് EDക്ക് കൈമാറിയേക്കും. ഈ രേഖകൾ കൂടി ലഭ്യമാകുന്നതോടെ അന്വേഷണം പുതിയ തലത്തിലേക്ക് മാറും. SFIO നൽകുന്ന ഈ 134 രേഖകൾ ലഭിച്ച ശേഷം അവ വിശദമായി വിശകലനം ചെയ്യാനാണ് ED ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഇതോടെ കേസിൽ ഇതുവരെ വീണ വിജയനും മറ്റ് അധികൃതരും നൽകിയ മൊഴികളിലെയും ഹാജരാക്കിയ രേഖകളിലെയും വൈരുദ്ധ്യങ്ങൾ പൂർണ്ണമായും പുറത്തുവരുമെന്നാണ് കേന്ദ്ര ഏജൻസികൾ കണക്കുകൂട്ടുന്നത്. ബാങ്ക് ഇടപാടുകൾ, സേവന കരാറുകൾ, ഡിജിറ്റൽ തെളിവുകൾ എന്നിവയടങ്ങുന്നതാണ് SFIOയുടെ പക്കലുള്ള ആ രേഖകൾ. വീണ വിജയൻ EDക്ക് നൽകിയ വിശദീകരണങ്ങളും ലഭ്യമാകുന്ന പുതിയ രേഖകളും തമ്മിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയാൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ED കടക്കുമെന്നാണ് സൂചന. അതേസമയം മാസപ്പടി അന്വേഷണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് ഉത്തരവ് പറയും. കേസിലെ 6ാം പ്രതി കിരൺ, ഷഫീഖ്, 17ാം പ്രതി വൈശാഖ് എന്നിവരുടെ ജാമ്യ ഹർജികളാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസിലെ 1 മുതൽ 25 വരെയുള്ള പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ED ഉദ്യോഗസ്ഥർക്ക് നേരെ അതിക്രമം നടന്ന സംഭവ സ്ഥലത്ത് പ്രതികളെ നേരിട്ടെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുമെന്നാണ് സൂചന. നേതാക്കളുടെ മക്കൾ ചോദ്യം ചെയ്യലിന് ശേഷം കറുത്ത കാറിൽ സുരക്ഷിതമായി മടങ്ങുമ്പോൾ അവർക്ക് വേണ്ടി ക്രമസമാധാനം തകർത്ത അണികൾക്ക് കോടതിയിൽ നിന്ന് പോലും ആശ്വാസം ലഭിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. കേരള രാഷ്ട്രീയത്തെ വരും ദിവസങ്ങളിൽ വൻതോതിൽ ഉലയ്ക്കാൻ പോകുന്ന ഒന്നായി വീണ വിജയന്റെ ചോദ്യം ചെയ്യൽ മാറിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും മാസപ്പടി വിവാദം നിലവിലെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും മറ്റ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് അന്വേഷണം നേരിട്ടെത്തിയത് CPMനും വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ എക്സാലോജി കമ്പനിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം വന്ന വഴികളെക്കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്താനാണ് ED തീരുമാനം. വീണയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർക്ക് സമൻസ് അയക്കാനും സാധ്യതയുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദില്ലിയിലെ പ്രമുഖ ക്രിമിനൽ വക്കീലന്മാരുമായി പ്രതിപക്ഷ നേതാവിന്റെ കുടുംബം ചർച്ച പൂർത്തിയാക്കിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യൽ ഈ കേസിൽ നിർണായകമായ വഴിത്തിരിവാകും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.